ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് സ്ത്രീയാണ്. ഒരു വീടിൻ്റെ പ്രകാശവും ഐശ്വര്യവും നിലനിൽക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളുടെ കൈകളിലാണ്. എന്നാൽ ഭക്തിയും പ്രാർത്ഥനയും സ്വന്തം ജീവിതചര്യയാക്കി മാറ്റിയ സ്ത്രീകൾക്ക് ഈശ്വരൻ നൽകുന്ന ചില പ്രത്യേക അത്ഭുത ശക്തികളുണ്ട്. അവരുടെ മനസ്സിനും വാക്കുകൾക്കും പ്രപഞ്ചത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. ശാസ്ത്രവും പുരാണങ്ങളും ചാണക്യനീതിയും ഒരേപോലെ അടിവരയിട്ട് പറയുന്ന ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആ 10 മഹാ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു നിമിഷം പോലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കുക. ലോകത്തെ മാറ്റിമറിച്ച തന്ത്രങ്ങളുടെയും അറിവുകളുടെയും ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാമത്തെയും ഏറ്റവും വലിയതുമായ അത്ഭുതം അവരുടെ ഉള്ളിലുള്ള തകരാത്ത മാനസിക അവസ്ഥയാണ്. ഇതിനെ വെറും ഒരു ധൈര്യം എന്നല്ല, മറിച്ച് ആന്തരിക ശക്തി അഥവാ ഈശ്വരൻ നൽകുന്ന ഒരു അദൃശ്യ കവചം എന്ന് വേണം വിളിക്കാൻ. നമുക്കറിയാം, ജീവിതത്തിൽ പ്രതിസന്ധികളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യൻ ഭയന്നു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. എന്നാൽ യഥാർത്ഥ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും പൂർണ്ണമായി തളരില്ല. എത്ര വലിയ കൊടുങ്കാറ്റ് ജീവിതത്തിൽ അടിച്ചാലും അവരുടെ മനസ്സിൽ ഒരാഴക്കടലിൻ്റെ ശാന്തതയുണ്ടാവും. എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിന് കാവലായി ഒരു പരമശക്തിയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ ഈ കരുത്തിനു പിന്നിൽ. ചാണക്യനീതിയിലും പുരാണങ്ങളിലും പറയുന്നത് പോലെ ഒരു പുരുഷൻ തളർന്നിടത്ത് ഒരു സ്ത്രീക്ക് അവളുടെ വിശ്വാസം കൊണ്ട് ജയിക്കാൻ സാധിക്കും. കടുത്ത മാനസിക വിഷമങ്ങളിലൂടെയോ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയോ കുടുംബം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വിളക്കായി മാറാൻ ഒരു സ്ത്രീക്ക് കഴിയും. അവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവർക്ക് നൽകുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. ശാസ്ത്രലോകം പോലും ഇതിനെ സമ്മതിക്കുന്നുണ്ട്. ആഴത്തിലുള്ള പ്രാർത്ഥനയും ധ്യാനവും മനുഷ്യരുടെ തലച്ചോറിനെ ശാന്തമാക്കുകയും ഏറ്റവും കഠിനമായ അവസ്ഥയിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ചുറ്റുമുള്ളവർ മുഴുവൻ പതറിപ്പോകുമ്പോഴും ഒരു പാറ പോലെ ഉറച്ചു നിന്ന സ്വന്തം കുടുംബത്തെ താങ്ങി നിർത്താൻ ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് കഴിയുന്നത് അവരിൽ ഈശ്വരൻ നിറയ്ക്കുന്ന ആ ഒന്നാമത്തെ അത്ഭുത ശക്തി കൊണ്ടാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് കാണും. ഇനി നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന രണ്ടാമത്തെ മഹാ അത്ഭുതം എന്താണെന്ന് നോക്കാം. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് മാത്രം ലഭിക്കുന്ന രണ്ടാമത്തെ മഹാ അത്ഭുതം അവരുടെ വാക്കുകൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു പ്രത്യേക ശക്തിയാണ്. ഇതിനെ ലളിതമായി പറഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കെന്തോ നമ്മളതിൽ ഫുള്ളി നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് പോകും. എപ്പോഴും അവർ ഈശ്വര ചിന്തയോടെ ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ നാവിൽ എപ്പോഴും സരസ്വതീ ദേവിയുടെ അനുഗ്രഹമുണ്ടാവും. അവളുടെ നാവും ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കും. അവളുടെ പ്രവൃത്തികൾ എപ്പോഴും ശുദ്ധമായിരിക്കും. നാവോ ശരീരമോ ചിന്തകളോ പ്രവൃത്തി അശുദ്ധമായ ഒരു സ്ത്രീ ഒരിക്കലും പരിപൂർണ ഭക്തയോ ദൈവവിശ്വാസിയോ ഒന്നുമല്ല. അവളെ നമുക്ക് പറയാം കപടഭക്തകൾ എന്ന് പറയാം. അവരുടെ വീട്ടിൽ രോഗദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലായ്ക, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. കാരണം അവർ ഒന്നുകിൽ പുറമെ ഭക്തിയുടെ ഒരു മൂടുപടം എടുത്ത് പുതിച്ചിട്ട് ഉള്ളിൽ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തികളാവും. അങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ദൈവവിചാരത്തോടും ആത്മീയ ഭക്തിയോടും കൂടി നല്ല മനസ്സോടും നല്ല പ്രവൃത്തിയോടും നല്ല ശരീരശുദ്ധിയോടും നല്ല ആത്മശുദ്ധിയോടും ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പുരാണങ്ങൾ പറയുന്നത് അവർ മറ്റുള്ളവരെ അനാവശ്യമായി ചീത്ത പറയുകയോ ആരെയും അപകീർത്തിപ്പെടുത്തുകയോ ഇല്ല. അവരുടെ വാക്കുകൾ എപ്പോഴും സത്യസന്ധവും പവിത്രവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ത്രീ പൂർണ്ണ മനസ്സോടെ ഒരാളെ അനുഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ അത് ജീവിതത്തിൽ അച്ചട്ടായി ഫലിച്ചിരിക്കുമെന്നത് ഒരു വലിയ അത്ഭുതമാണ്. ചാണക്യനീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശുദ്ധമായ മനസ്സുള്ളവരുടെ നാവിലാണ് ലക്ഷ്മിയും സരസ്വതിയും കുടികൊള്ളുന്നത്. ഒരു കുടുംബത്തിൽ ഏതെങ്കിലും വലിയ പ്രതിസന്ധി വരുമ്പോൾ ഭക്തിയുള്ള ഒരു സ്ത്രീ എല്ലാം ശരിയാവും, ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന് ദൃഢവിശ്വാസത്തോടെ പറയുമ്പോൾ ആ വാക്കുകൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയുണ്ട്. അത് കേൾക്കുന്നവർ
തളർന്നു പോയ മനുഷ്യർക്ക് പോലും വലിയൊരു ജീവ ആശ്വാസമായി മാറാറുണ്ട്. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകാം, അമ്മമാരോ മുത്തശ്ശിമാരോ മക്കളുടെ ഭർത്താവിൻ്റെ നെറ്റിയിൽ തൊട്ട് നന്നായി വരും എന്നനുഗ്രഹിച്ചിട്ട് വിട്ടാൽ അവർ പോകുന്ന കാര്യങ്ങൾ വലിയ തടസ്സങ്ങളില്ലാതെ നടന്നു പോകാറുണ്ട്. ഇത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെയും ആത്മീയതയിലൂടെയും അവരുടെ വാക്കുകളിലേക്ക് വന്നു ചേരുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെയാണ്. തിന്മ നിറഞ്ഞ വാക്കുകൾ അകറ്റി നിർത്തി ദൈവീകമായ ചിന്തകളോടെ അവർ സംസാരിക്കുന്ന ഓരോ വാക്കും അവരുടെ കുടുംബത്തിൽ ഒരു രക്ഷാ കവചമായി മാറുന്നത് ദൈവഭക്തി നൽകുന്ന രണ്ടാമത്തെ വലിയൊരു അത്ഭുതമാണ്. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് മാത്രം ലഭിക്കുന്ന അത്ഭുതം, മഹാത്ഭുതം അവർ ജീവിക്കുന്ന ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഐശ്വര്യവും സമ്പത്തുമാണ്. ഇതിനെ പുരാണങ്ങളിൽ ലക്ഷ്മി കടാക്ഷം എന്ന് വിളിക്കുന്നു. ചാണക്യനീതിയിലും നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലും വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത്, എവിടെയാണോ സ്ത്രീകൾ ഈശ്വരചിന്തയോടെ ജീവിക്കുന്നത്, അവിടെ ദേവന്മാർ വസിക്കുന്നു. ഒരു സ്ത്രീ അതിരാവിലെ ഉണർന്ന് ശുദ്ധയോടെ ഭക്തി ആദരവോടുകൂടി തൻ്റെ വീട്ടിലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അവൾ ആ തിരി കൊളുത്തുന്നത് വെറുമൊരു വിളക്കിലല്ല, മറിച്ച് ആ കുടുംബത്തിൻ്റെ ഭാഗ്യത്തിലേക്കാണ്. ഈ പ്രാർത്ഥനയിലൂടെ ആ വീട്ടിൽ പടരുന്ന പോസിറ്റീവ് എനർജി അവിടെയുള്ള എല്ലാവിധ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ദോഷങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. പല വീടുകളിലും കാരണമില്ലാതെ ഉണ്ടാകുന്ന വഴക്കുകൾ, അശാന്തി, സാമ്പത്തിക തടസ്സങ്ങൾ എന്നിവയൊക്കെ മാറി സമാധാനം വരുന്നതിന് ഈ ഭക്തിയുടെ ശക്തി കൊണ്ടാണ്. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഒരു ക്ഷേത്രം പോലെ പവിത്രമായി മാറും. അവിടെയുള്ള മനുഷ്യരുടെ മനസ്സിന് ദേഷ്യവും അസൂയയും പതുക്കെ ഇല്ലാതാവും. ചാണക്യൻ പറയുന്നത്, എത്ര വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമാണെങ്കിലും അവിടുത്തെ സ്ത്രീ ദൈവവിശ്വാസവും സൽഗുണവും ഉള്ളവളാണെങ്കിൽ, ദൈവവിശ്വാസം മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, സദ്ഗുണങ്ങളും ഉള്ളവരാണെങ്കിൽ ആ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ സമ്പത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുമെന്നാണ്. കാരണം അവളുടെ പ്രാർത്ഥനയും പോസിറ്റീവ് ചിന്തകളും ആ വീട്ടിലെ ഓരോ വ്യക്തിക്കും പുതിയൊരു ഊർജം നൽകുന്നു. ധനലക്ഷ്മിയും ധാന്യലക്ഷ്മിയും അങ്ങനെയുള്ള വീടുകളിൽ തനിയെ വന്നെത്തും എന്നത് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന വലിയൊരു അത്ഭുത സത്യമാണ്. വീടിൻ്റെ ഐശ്വര്യം തന്നെ സ്ത്രീകളുടെ കൈകളിലാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. ഇനിയും നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾ മാത്രം ലഭിക്കുന്ന നാലാമത്തെ മഹാത്ഭുതം എന്താണെന്ന് നോക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന നാലാമത്തെ മഹാ അത്ഭുതം അവരുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയും സംരക്ഷണവുമാണ്. ഒരമ്മയുടെ പ്രാർത്ഥനയോളം ശക്തിയുള്ള മറ്റൊരായുധവും ഈ ഭൂമിയിലില്ല എന്ന് പറയാറുണ്ട്. എപ്പോഴും ഈശ്വര ചിന്തയോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഉദരത്തിൽ ഒരു ജീവൻ ചുമക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിലേക്ക് ഒരു പോസിറ്റീവ് തരംഗങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങും. പുരാണങ്ങളിൽ ഭക്തപ്രഹ്ലാദൻ്റെയും അഭിമന്യുവിൻ്റെയും ഒക്കെ കഥകളിൽ നമ്മളിത് കേട്ടിട്ടുണ്ട്. അമ്മയുടെ ഭക്തിയും അവർ കേൾക്കുന്ന നല്ല ചിന്തകളും ഗർഭസ്ഥ ശിശുവിൻ്റെ സ്വഭാവത്തെ പോലും രൂപപ്പെടുത്തുന്നു. അമ്മമാർ മക്കൾക്കായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ മക്കൾക്ക് ചുറ്റും ഒരു അദൃശ്യമായ സുരക്ഷാ കവചമായി, ഇൻവിസിബിൾ ഷീൽഡായി മാറും. അവർ എവിടെയായിരുന്നാലും എത്ര വലിയ അപകടങ്ങളിൽപ്പെട്ടാലും ആ ദൈവാനുഗ്രഹം അവരെ കാത്തുരക്ഷിക്കും. ചാണക്യനീതിയിൽ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. സദ്ഗുണമുള്ള ദൈവഭക്തിയുള്ള ഒരു അമ്മയുടെ തണലിൽ വളരുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. അവർ സമൂഹത്തിന് മാതൃകയായി നല്ല വ്യക്തിത്വങ്ങളായി വളർന്നു വരും. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, പഠനത്തിലോ കരിയറിലോ മക്കൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമ്പോൾ അമ്മമാർ അവർക്കായി പ്രത്യേക വ്രതങ്ങളും പ്രാർത്ഥനകളും എടുക്കാറുണ്ട്. അതിൻ്റെ ഫലമായി മക്കളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ പോലും തനിയെ മാറിപ്പോകാറുണ്ട്. സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് തൻ്റെ മക്കളുടെ നല്ല ഭാവിക്കായി ഒരു സ്ത്രീ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ പ്രപഞ്ചം അത് സാധിച്ചു കൊടുക്കുമെന്നത് തന്നെയാണ് ആത്മീയത നൽകുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഒരമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയും നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന അഞ്ചാമത്തെ മഹാ അത്ഭുതം എന്താണെന്ന് അടുത്തതായി കേൾക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന അഞ്ചാമത്തെ മഹാത്ഭുതം അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ദൈവീകമായ ഒരു പ്രകാശവും അവരെ ചുറ്റിയുള്ള ആകർഷണ വലയവുമാണ്. ഇതിനെ ആത്മീയ ലോകത്ത് ദിവ്യപ്രഭ അല്ലെങ്കിൽ ഓറ എന്ന് വിളിക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു ബഹുമാനത്തോടൊപ്പം മനസ്സിന് വലിയൊരു ശാന്തതയും തോന്നാറുണ്ട്. അവർ വലിയ ആഭരണങ്ങളോ വില കൂടിയ വസ്ത്രങ്ങളോ ധരിച്ചിട്ടുണ്ടാകില്ല, കൃത്യമായി യാതൊരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. എങ്കിൽ പോലും അവരുടെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യവും തിളക്കവും ദർശിക്കാൻ സാധിക്കും. ഇത് കേവലം ബാഹ്യമായ സൗന്ദര്യമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ശുദ്ധമായ ഭക്തിയും പ്രാർത്ഥനയും പുറത്തേക്ക് പ്രതിഫലിക്കുന്നതാണ്. ചാണക്യനീതിയിൽ പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളുമാണ് അവൻ്റെ രൂപത്തെ നിശ്ചയിക്കുന്നത്. മനസ്സു നിറയെ ഈശ്വരചിന്തയും കൈകളിൽ നല്ല പ്രവൃത്തികളുമുള്ള ഒരു സ്ത്രീയുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാകുക. അങ്ങനെയുള്ള സ്ത്രീ ഒരിക്കലും ചീത്തയായ കാര്യങ്ങൾ ചെയ്യുകയില്ല.
ഈ പോസിറ്റീവ് ഊർജം അവരുടെ ശരീരത്തെയും മുഖത്തെയും ഭാവങ്ങളെയും സ്വാധീനിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ പതിവായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സ് സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വളരെ കുറവായിരിക്കും. ഇത് അവരുടെ കോശങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകുകയും മുഖത്ത് സ്വാഭാവികമായ ഒരു പ്രസരിപ്പ് ഉണ്ടാകുകയും ചെയ്യും. പ്രകോപനങ്ങളില്ലാത്ത ശാന്തമായ ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലെ ദേഷ്യവും വിഷമവും മാറിപ്പോകും എന്നതാണ് ഭക്തി. ഭക്തി നൽകുന്ന അഞ്ചാമത്തെ വലിയ അത്ഭുതം, ശുദ്ധമായ ഭക്തിക്ക് ഒരാളുടെ രൂപത്തിൽ പോലും ഇത്രയും വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്നത് എത്ര മനോഹരമാണല്ലേ. ഇനിയും നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ആറാമത്തെ മഹാത്ഭുതം എന്താണെന്ന് അടുത്തതായി കേൾക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ആറാമത്തെ മഹാത്ഭുതം അവരുടെ ഉള്ളിൽ ഉണരുന്ന സഹജവാസനയാണ്, അഥവാ ആപത്തുകൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു പ്രത്യേക കഴിവ്. ഇതിന് നമ്മൾ സിക്സ്ത് സെൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എപ്പോഴും ഈശ്വര ചിന്തയോട് ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ള സ്ത്രീകളുടെ ഒരു മനസ്സൊരു കണ്ണാടി പോലെ ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവരുടെ ആന്തരിക മനസ്സിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. തൻ്റെ ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു വലിയ അപകടമോ ദോഷമോ വരാൻ പോവുകയാണെങ്കിൽ മറ്റാരും അറിയുന്നതിന് മുമ്പ് ഈ സ്ത്രീകളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും. കാരണമില്ലാതെ നെഞ്ചിടിക്കും, ഉള്ളിലൊരു ഭയം തോന്നും, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെ സൂചനകൾ ലഭിക്കും. ഇതൊക്കെ ദൈവഭക്തിയുള്ള സ്ത്രീകളിൽ സാധാരണയായി കാണാറുള്ള അത്ഭുതങ്ങളാണ്. ചാണക്യനീതിയിലും പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഒരു സ്ത്രീയുടെ ആത്മീയ ശക്തി ഉയരുമ്പോൾ അവളെയും അവളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കാൻ പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുമത്രേ. പല വീടുകളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന് പുറത്തേക്ക് പോകണ്ട എന്നോ അല്ലെങ്കിൽ ആ വഴിക്ക് പോകരുതെന്നോ അമ്മമാരിങ്ങനെ ഭാര്യമാരോ കർശനമായി പറയുന്നത്. നമ്മളത് തമാശയിൽ തള്ളിക്കളയുമെങ്കിലും പിന്നീട് വരാൻ പോയ വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മനസ്സെപ്പോഴും ശാന്തമായി ഇരിക്കുകയും പ്രാർത്ഥനയിലൂടെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്താൻ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിന്, സബ് മൈൻഡിന് സാധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ആന്തരികമായ ഉൾക്കാഴ്ചയാണ് അത്. വലിയ വലിയ വിപത്തുകളിൽ നിന്നും പലപ്പോഴും കുടുംബങ്ങളെ രക്ഷിക്കുന്നത് ഇത് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് പ്രകൃതി നൽകുന്ന വലിയൊരു അത്ഭുത സമ്മാനം തന്നെയാണ്. സ്വന്തം കുടുംബത്തെ കാത്തുരക്ഷിക്കാൻ ഈശ്വരൻ നൽകുന്ന ആ കാവൽ എത്ര വലിയ അനുഗ്രഹമാണല്ലേ. ഇനി നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഏഴാമത്തെ മഹാത്ഭുതം എന്താണെന്ന് അടുത്തതായി കേൾക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഏഴാമത്തെ മഹാത്ഭുതം അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന അദൃശ്യമായ ഈശ്വര കാവലാണ്. ഇതിനെ ലളിതമായി പറഞ്ഞ ശത്രുദോഷങ്ങളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നുള്ള സംരക്ഷണം എന്ന് വിളിക്കാം. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്ന ഒരു തത്വമുണ്ട്, ശുദ്ധമായ മനസ്സോടെ ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവനെ, എന്തിൻ്റെ വഴിയിൽ? ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അപ്പോൾ അധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൾ എപ്പോഴും പ്രാർത്ഥനയിലൂടെയും നല്ല ചിന്തകളിലൂടെയും പോസിറ്റീവ് എനർജിയിലൂടെയും ഒരു വലിയ മതിൽ തനിക്ക് ചുറ്റും തീർക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെയോ അവരുടെ കുടുംബത്തെയോ ദ്രോഹിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞാൽ ആ തിന്മകളൊന്നും തന്നെ അവരെ ബാധിക്കില്ല. പലപ്പോഴും അങ്ങനെയുള്ള സ്ത്രീകളെ തകർക്കാൻ ശ്രമിക്കുന്നവർ സ്വയം പരാജയപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് നേരെ വരുന്ന നെഗറ്റീവ് ചിന്തകളും അസൂയ, കണ്ണേറ് എന്നിവ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ തട്ടി തകർന്നു പോകും. ആ സ്ത്രീ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് കാവലായി നിൽക്കുന്നത് പ്രപഞ്ചനാഥൻ തന്നെയാണ്. ആ അദൃശ്യശക്തി അവരുടെ കുടുംബത്തെ വലിയൊരു കോട്ട പോലെ സംരക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ചില ആളുകൾക്കെതിരെ എത്രയൊക്കെ പ്രതിസന്ധികളും ശത്രുക്കൾ വന്നാലും അവർ എങ്ങനെയാണ് യാതൊരു പരുക്കുമേൽക്കാതെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്ന്. അതിൻ്റെ രഹസ്യം അന്വേഷിച്ച് ചെന്നാൽ ആ വീട്ടിൽ അവർക്കായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തിയായ സ്ത്രീയുടെ സാന്നിധ്യം തീർച്ചയായും കാണാൻ സാധിക്കും. അത് തന്നെ വിശ്വസിക്കുന്നവരെ പ്രകൃതി ഒരിക്കലും കൈവിടില്ല. ഏറ്റവും വലിയ തെളിവാണ് ഈ ഏഴാമത്തെ അത്ഭുതം. ഈ പ്രപഞ്ചത്തിൻ്റെ കാവൽ കൂടെ ഉള്ളപ്പോൾ പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്, അല്ലേ? ഇനി നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾ മാത്രം ലഭിക്കുന്ന എട്ടാമത്തെ മഹാത്ഭുതം എന്താണെന്ന് അടുത്തതായി കേൾക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന എട്ടാമത്തെ മഹാത്ഭുതം അവർ ജീവിക്കുന്ന കുടുംബത്തിലുണ്ടാകുന്ന ശാന്തതയും ബന്ധങ്ങളുടെ ദൃഢതയും ഒരു വീട് സ്വർഗമാകുന്നതും നരകമാക്കുന്നതും അവിടുത്തെ സ്ത്രീകളുടെ പെരുമാറ്റമാണ് എന്ന് പറയാറുണ്ട്. എപ്പോഴും ഈശ്വരചിന്തയുള്ള ഒരു സ്ത്രീയുടെ മനസ്സിൽ ക്ഷമ, ദയ, സ്നേഹം എന്നീ ഗുണങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ വഷളാക്കുന്നതിന് പകരം വളരെ ശാന്തമായി അതിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും. അവരുടെ ഈ ശാന്തത ആ വീട്ടിലെ മറ്റംഗങ്ങളിലേക്കും പടരുമെന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം.
ഏതൊരു വീടാണോ സമാധാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും മുന്നോട്ട് പോകുന്നത് അവിടെ ലക്ഷ്മി ദേവി സ്ഥിരതാമസമാക്കുന്നു എന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത്. ഭക്തിയുള്ള ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ഒരു വലിയ പാലമായി നിലകൊള്ളുന്നു. എല്ലാവരെയും ചേർത്തു നിർത്താനും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ കാത്തു സൂക്ഷിക്കാനും അവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, കടുത്ത മാനസിക സമ്മർദ്ദങ്ങളുമായി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഭർത്താവിനോ മക്കൾക്കോ വീട്ടിലെ ഈശ്വര പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷവും ഭക്തിയുള്ള ഒരു സ്ത്രീയുടെ ശാന്തമായ മുഖവും കാണുമ്പോൾ തന്നെ പകുതി വിഷമങ്ങളും മാറിപ്പോകാറുണ്ട്. ഒരു കാന്തം ഇരുമ്പിനെ എന്ന പോലെ സ്വന്തം കുടുംബത്തിലെ എല്ലാവരുടെയും മനസ്സിനെ സ്നേഹം കൊണ്ട് കെട്ടിയിടാൻ ഇവർക്ക് സാധിക്കുന്നത്. ദൈവഭക്തിയുള്ള അവരുടെ മനസ്സിലേക്ക് വന്നുയരുന്ന ആ വലിയൊരു പോസിറ്റീവ് എനർജി കൊണ്ടാണ് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ശാന്തത എത്ര വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. ഇനി നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന 9ാമത്തെ മഹാത്ഭുതം എന്താണെന്ന് അടുത്തായി കേൾക്കാം. ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന 9ാമത്തെ മഹാത്ഭുതം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന രോഗശാന്തിയും ദീർഘായുസ്സുമാണ്. ഇതിനെ കേവലം ഒരു ശാരീരിക ആരോഗ്യം എന്ന് മാത്രമല്ല, ആത്മീയമായ ഒരു സുഖപ്പെടുത്തൽ, സ്പിരിച്വൽ ഹീലിംഗ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. എപ്പോഴും പ്രാർത്ഥനയിലും ഈശ്വര ചിന്തയിലും മുഴുകിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഭയമോ അനാവശ്യമായ ആകുലതകളോ ആർത്തിയോ ഉണ്ടാകില്ല. എല്ലാം പ്രപഞ്ചനാഥനിൽ സമർപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു അലകടലിൻ്റെ ശാന്തതയുണ്ടാവും. ഈ മാനസിക സമാധാനമാണ് അവരുടെ ശാരീരിക ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ചാണക്യനീതിയിൽ പറയുന്ന പോലെ മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഔഷധം. ഒരു സ്ത്രീ ദൈവഭക്ത ആണെങ്കിൽ ആദരങ്ങളോടെ ജീവിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് അവരുടെ രോഗപ്രതിരോധ ശേഷിയെ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ കാണാറുണ്ട്, വലിയ രോഗങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ പോലും ദൈവഭക്തിയുള്ള സ്ത്രീകൾ തളർന്നു കിടക്കാതെ പ്രാർത്ഥനയോടെ ബലത്തിൽ എഴുന്നേറ്റ് നടന്ന് സ്വന്തം കടമകൾ ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് ലഭിക്കുന്ന ആ ഊർജം മെഡിക്കൽ സയൻസിന് പോലും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പ്രാർത്ഥനയിലൂടെ അവർ നേടുന്ന ആന്തരിക ശക്തി അവരുടെ ശരീരത്തിലെ വേദനകളെ പോലും ഇല്ലാതാക്കുന്നു. പ്രകൃതിയോടും ഈശ്വരനോടും ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകൾക്ക് രോഗങ്ങൾ വന്നാൽ പോലും വളരെ പെട്ടെന്ന് അതിൽ നിന്നും രോഗശാന്തി ലഭിക്കുമെന്നത് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 9ാമത്തെ വലിയ അത്ഭുതവുമാണത്. പ്രാർത്ഥനയ്ക്ക് ശരീരത്തെ പോലും സുഖപ്പെടുത്താൻ കഴിയുമെന്നത് എത്ര വലിയൊരു സത്യമാണല്ലേ. ഇനി നമുക്ക് ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഈ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ മഹാത്ഭുതം എന്താണെന്ന് കേൾക്കാം. ഇനി ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന 10ാമത്തെ ഏറ്റവും മഹത്തരമായ അത്ഭുതം അവരുടെ പുണ്യകർമ്മങ്ങൾ വരും തലമുറകളെ പോലും സംരക്ഷിക്കും എന്നതാണ്. ചാണക്യനീതിയിലും നമ്മുടെ പുരാണങ്ങളിലും വ്യക്തമായി പറയുന്ന ഒരു നിയമമുണ്ട്. ഒരു വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, പ്രാർത്ഥനകളും ഒരിക്കലും വെറുതെയാകില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ശുദ്ധ മനസ്സോടെ ചെയ്യുന്ന പ്രാർത്ഥനകളും പുണ്യങ്ങളും അവളുടെ ജീവിതകാലത്ത് മാത്രമല്ല, അവളുടെ മരണശേഷവും കുടുംബത്തിനൊരു കാവലായി നിലനിൽക്കും. അവൾ ചെയ്തു കൂട്ടിയ ആത്മീയ പുണ്യങ്ങളുടെ ഫലം അവളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വരെ ഒരു വലിയ അനുഗ്രഹമായി ജനറേഷൻ വരെ ബ്ലെസ്സിങ് ആയി പ്രകൃതി കാത്തുവെക്കും. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, മാതാപിതാക്കൾ വലിയ സമ്പത്തോ വലിയ വീടുകളോ ഒന്നും കാത്തുവെച്ചിട്ടില്ലെങ്കിലും അവരുടെ മക്കൾ ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവർക്ക് യാതൊരു ആപത്തും വരാതെ കാര്യങ്ങൾ ശുഭമായി നടക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ മക്കളുടെ അമ്മയോ മുത്തശ്ശിയോ അവർക്കായി ചെയ്തു കൂട്ടിയ പ്രാർത്ഥനയുടെയും ദൈവഭക്തിയുടെയും ആ ഒരു പുണ്യഫലം മാത്രമാണ്. തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളും ഈശ്വരനോട് ചെയ്തു വെച്ച ആത്മീയ ജീവിതവും വഴി സ്വന്തം വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഭക്തിയുള്ളൊരു സ്ത്രീക്ക് സാധിക്കുന്നു എന്നത് ഈ പ്രപഞ്ചം നൽകുന്ന ഏറ്റവും വലിയ അത്ഭുതം ആണ്, സത്യമാണ്. തളരാത്ത മാനസികാവസ്ഥ മുതൽ വരും തലമുറകളെ കാക്കുന്ന പുണ്യം വരെ ദൈവഭക്തിയുള്ള സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്നത്. ഈ 10 അത്ഭുതങ്ങൾ കേവലം വിശ്വാസങ്ങൾ മാത്രമല്ല, മറിച്ചൊരു വലിയ തിരിച്ചറിവ് കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഒന്ന് വിലയിരുത്തുക, ശരിയല്ലേ ഈ പറഞ്ഞിട്ടുള്ളതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലെ കൂടുതൽ ജീവിത വിജയത്തിനായിട്ടുള്ള കാര്യങ്ങളുമായി ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ സ്ത്രീ മാനിക്കപ്പെടുന്നിടത്ത് തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുള്ളൂ. ഒരുപാട് സ്ത്രീകളുണ്ട്, അമിത ഭക്തരാണ്, അതിരാവിലെ എണ്ണീക്കുന്നു, പക്ഷെ പ്രവൃത്തി മഹാമോശം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ ജന്മമല്ല അനുഭവിക്കുന്നത്, നിങ്ങളുടെ തലമുറകൾ, നിങ്ങൾ ജനിപ്പിച്ച മക്കൾ അടുത്ത ജന്മത്ത് ആ പാപഫലം അനുഭവിക്കും.
നമുക്കറിയാവുന്ന, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന തന്നെ ഇപ്പോൾ നമ്മൾക്കിടയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കിട്ടി? നമുക്ക് ധൈര്യമായി ഒന്നും പറയാം. എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, അവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഞാൻ ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട്. എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാവും. മറിച്ചോ ഒരു സ്ത്രീ അങ്ങനെയല്ല എങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അതിരാവിലെ എണീച്ചതുകൊണ്ടോ നാമം ജപിച്ചതുകൊണ്ടോ വിളക്ക് തെളിയിച്ചതുകൊണ്ടോ ശുദ്ധമായ മനസ്സും പ്രവൃത്തിയും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ തലമുറ നശിച്ചു പോകുക തന്നെ ചെയ്യും. മറിച്ച് ഒന്നും വേണ്ട, ശുദ്ധ മനസ്സോടുകൂടി ആർക്കും ഒരു ദോഷവും ചിന്തിക്കാതെ രാവിലെ എണീച്ച് കുളിച്ചൊരു ദീപം തെളിച്ച് വീടിൻ്റെ മഹാലക്ഷ്മിയായി ജീവിക്കുന്ന ആ അമ്മ തൻ്റെ കുടുംബത്തിനും തലമുറയ്ക്കും ഐശ്വര്യമുള്ളവൾ പ്രദാനം ചെയ്യുന്നവളായിത്തീരും. യാതൊരു സംശയവുമില്ല. നിങ്ങളിന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതം എത്രമേൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ സർവ്വ അനുഗ്രഹങ്ങളും തരണേ. കൃഷ്ണ കൈവിടല്ലേ ഭഗവാനെ. ഗുരുപവനപുരേശ്വര അനുഗ്രഹിക്കണേ. ഹരേ കൃഷ്ണ.